കർണാടകയിൽ സർക്കാരിന്റെ സൗജന്യ ബസ് യാത്രാ പദ്ധതി കാരണം കച്ചവടത്തിൽ നഷ്ടം വന്നുവെന്ന് ആരോപിച്ച് ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി വ്യവസായി ജീവനൊടുക്കി. വ്യാപാരിയായ പ്രഭാകരൻ, ഭാര്യ ജ്യോതി, മകൻ സന്തോഷ് എന്നിവരാണ് മരിച്ചത്. കർണാടകയിലെ മാഠയിലാണ് സംഭവമുണ്ടായത്. സർക്കാർ സൗജന്യ ബസ് യാത്ര നൽകിയതിനെ തുടർന്ന് സ്ത്രീകൾ തന്റെ കടയിൽ നിന്ന് തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് പകരം നഗരങ്ങളിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയെന്നും ഇത് തനിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്. മകൾ ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജീവനക്കാരിയാണ്. ഇവർ ബാംഗ്ലൂരിൽ തന്നെയാണ് താമസം. മാഠിയിലെ ഒരു വാടക വീട്ടിലാണ് പ്രഭാകരും ഭാര്യയും മകനും മരുമകളും കഴിഞ്ഞിരുന്നത്. മുണ്ട് ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ചാണ് പ്രഭാകർ ഭാര്യയെ കൊലപ്പെടുത്തിയത്. മകൻ മുറിയിലെത്തിയപ്പോൾ മകനെയും കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം സ്വന്തം കടയിലെത്തി അദ്ദേഹം ജീവനൊടുക്കുകയായിരുന്നു.